അപ്പോൾ സിക്സ്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്ക്, അതായത് എ ഡി സി ഡി എ സി എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്ത് 3 സെക്ഷനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സെക്ഷനായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് നമ്മൾ 5th 6th കൂടെ ഒരുമിച്ച് പറയും, അത്രയും വരെ പോർഷൻ. പിന്നെ ഇതേ ബാക്കിയുള്ള ഇത്രയും പോർഷനാണ് നമ്മളിപ്പോൾ ഈ എ ഡി സി ഡി എ സി എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നുള്ള ഒരു സെക്ഷൻ 555 ആയിരുന്നു, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഏരിയയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എ ഡി സി ഡി എസ് സി എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണിത്. എ ഡി സി സ്റ്റാൻഡ്സ് ഫോർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡി എ സി സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതായത് റിയൽ വേൾഡിൽ എനി ക്വാണ്ടിറ്റി വിൽ ബി ഇൻ ദ ഫോം ഓഫ് അനലോഗ്. Okay, so anything, heat, temperature, time, anything will be continuous in nature. Okay, so while considering signal processing, while doing some circuits, we need to convert the analog signal into a digital signal. So we need to convert the natural signal into a digital signal so as to perform processing on the signal. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ ഡി സി യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ എ ഡി സി ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൈക്കിൻ്റെ മുമ്പിൽ വി ആർ ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ മൈക്ക്. സോ അവർ വോയിസ് ഇസ് ആൻ അനലോഗ് സിഗ്നൽ. വോയിസ് വിൽ ബി ക്യാപ്ചേർഡ് ത്രൂ ദ മൈക്ക് ആൻഡ് ഇഫ് യു വാണ്ട് ടു പ്രോസസ് ദ സിഗ്നൽ, നമ്മളൊരു പാട്ട് പാടുകയാണ്. സോ ആ പാട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം, അതിനെ ഇക്വലൈസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ദാറ്റ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. സോ അത് ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു എവറി പ്രോസസ്സിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ബാക്ക് ടു സൗണ്ട് സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നൽസ് കനോട്ട് ബി ലിസൺഡ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കിയാൽ മാത്രമാണ് നമുക്കത് പെർസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് എ ഡി സിയും ഡി എ സിയും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ഇൻപുട്ട്, എനി അനലോഗ് ഇൻപുട്ടിന് നമ്മളൊരു ആൻറ്റി അലിയാസിങ് ഫിൽറ്റർ വഴിയാണ് നമ്മൾ കടത്തി വിടുന്നത്, സോ ആസ് ടു അവോയ്ഡ് ദ ഇൻ്റർഫറൻസ്. ഓക്കെ, ആൻറ്റി അലിയാസിങ് ഫിൽറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. അത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല, കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു ഏരിയ ആണ്, തൽക്കാലം നമുക്കത് വിട്ടേക്കാം. നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണ്. SHA എന്ന് പറയുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് ആംപ്ലിഫയർ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് വി വിൽ ഡു സം പ്രോസസ്സിങ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, ദാറ്റ് ഈസ് DSP. We will do some processing, and after the processing we have to convert it back to analog signal. So we will be using DAC, digital to analog converter. And അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ സർക്യൂട്ടറീസ് ആണ് ഡീഗ്ലിച്ചർ, സ്മൂത്തനിങ്, ഫിൽട്ടർ, അതൊക്കെ. സോ ഇതൊരു ബേസിക് കൺസെപ്റ്റാണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ഡി സി? അതൊരു ടൈപ്പിംഗ് എററാണ്, ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷനാണ്, എസ് മാറിപ്പോയി. സോ കൈൻഡ്ലി അഡ്ജസ്റ്റ്. സോ ഇവിടെ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ എഴുതണമെന്നില്ല. You can choose any 3 or 4 from that according to the marks. ഇത് 5th and 6th മൊഡ്യൂളിലാവുമ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ ഒരിക്കലും ഒരു 10 മാർക്സിന് ചോദിക്കില്ല. ഓക്കെ, സോ ഒരു 3 മാർക്ക് 4 മാർക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് യു ഹാവ് ടു സെലക്ട് ദ സ്പെസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ വെയിറ്റേജ്. Okay, so these are the specification. First one is resolution. Resolution means we are converting analog signal to a digital signal. So നമ്മുടെ കയ്യിൽ ഒരു അനലോഗ് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട്. ഈ അനലോഗ് സിഗ്നലിനെ we can convert into a digital in many ways. We can just say that there is a positive pulse, there is a negative, there is a positive part and there is a negative part. അപ്പോൾ നമുക്ക് ആകെ രണ്ട് സിഗ്നൽ മതി. ഒന്ന് പോസിറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു 1-ഉം നെഗറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 0. സോ ഇറ്റ് വിൽ ബി ബൈനറി ഡാറ്റ. പക്ഷേ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് just a simple high and low. There are so many values in between this, so we have to convert it according to the variations. So അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we will sample the signal. 1 second, this is a signal, then we will sample the signal. So sampling is just dividing the signal in time axis. So we will divide, all this will be equally distance. So എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ we will check these values.
we can see that these values are not evenly ഡിവൈഡഡ്. ഒരിക്കലും ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആവില്ല. അപ്പോൾ ഇതും ഇതും തമ്മിൽ 1 സെൻറ്റിമീറ്റർ മീൻ 1 വോൾട്ടാണ് വിചാരിക്കുക. ഒരിക്കലും ഇതും തമ്മിൽ 1 വോൾട്ട് ഉണ്ടാവില്ല. സോ വൈ ആക്സിൽ ഡിവിഷൻസ് ആർ നോട്ട് ഈവൺ, ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ആക്സിൽ വി വിൽ പുട്ട് അനദർ ടൈപ്പ് ഓഫ് ഈക്വൽ ഡിവിഷൻസ്. ഓക്കെ, ഗ്രീൻ ലൈൻ നമ്മൾ എക്സ് ആക്സിലാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ലൈൻ ചെയ്യുന്നത് വൈ ആക്സിലാണ്. ദിസ് തിങ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ. ഇതിനാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുക. ക്വാണ്ടൈസേഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഗ്രീൻ ലൈൻ ഇങ്ങനെ ചെയ്തതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുക. ഓക്കെ, ഈ ഗ്രീൻ ലൈൻ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തില്ലേ, ദിസ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മൾ വൈ ആക്സിനെ ഡിവൈഡ് ചെയ്തില്ലേ, ഈ ഒരു പരിപാടിയാണ് നമ്മൾ ക്വാണ്ടൈസിങ് പറയാം. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനി വാല്യൂ ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് വി വിൽ ബി ഫൈനലൈസിങ് ദ വാല്യൂ ടു ബി ദിസ് പർട്ടിക്കുലർ വാല്യൂ. അതായത് ഇതിനിടയിൽ എന്ത് വോൾട്ടേജ് വന്നാലും, ഇപ്പോൾ 0 വോൾട്ടേജിൻ്റെ 1 വോൾട്ടേജിൻ്റെ ഇടയിലുള്ള എന്ത് വോൾട്ടേജ് വന്നാലും നമ്മളതിനെ 1 വോൾട്ട് എന്ന് പറയുന്നു. മനസ്സിലായോ? 1 കഴിഞ്ഞ് 2 വരെയുള്ള എന്ത് വോൾട്ടേജിന് നമ്മൾ 2 എന്ന് ഒറ്റ വാല്യൂ പറയണം. 2 to 3 എന്ത് വന്നാലും നമ്മളതിന് 3 എന്ന് പറയണം. അപ്പോൾ ഇവിടെ ആക്ച്വലി ദർ ആർ സോ മെനി വേരിയേഷൻസ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. വി ഹാവ് 2 വാല്യൂസ്. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഇതും 3 ആയിരിക്കും, ഇതും 3 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിന് അക്രോസ് ഒരു വേരിയേഷൻ ഉണ്ടെങ്കിലും ഇത് രണ്ടും 3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റെസൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് വി ആർ പുട്ടിങ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിൽ എത്ര ചെറുതായിട്ടാണോ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത് അത്രയും ഇതിൻ്റെ വാല്യൂ അക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്നും കൂടെ ചെറുതാക്കി ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒന്നും കൂടെ ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും, ഈ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പുതിയ പുതിയ ലെവൽസ് കിട്ടും. അപ്പോൾ 0, 1, 2, 3, 4 എന്നുകൊണ്ട് കുറേ വാല്യൂസ് കിട്ടും. അപ്പോൾ അതാണ് റെസൊല്യൂഷൻ്റെ കൺസെപ്റ്റ്. എത്രയും ഫൈനസ്റ്റ് ആയിട്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. സോ റെസൊല്യൂഷൻ ഇസ് എ ഫൈനസ്റ്റ് മിനിമം ചേഞ്ച് ഇൻ ദ സിഗ്നൽ വിച്ച് ഇസ് ആക്സെപ്റ്റഡ് ഫോർ കൺവേർഷൻ. നമ്മൾ നേരത്തെ ആകെ 2 വാല്യൂ എടുത്തു, അപ്പോൾ റെസൊല്യൂഷൻ കുറവാണ്. കൂടുതൽ വാല്യൂ എടുക്കുന്നവർ റെസൊല്യൂഷൻ കൂടും. ആൻഡ് ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ റെസൊല്യൂഷൻ which is very important for calculation. Resolution is equal to VIFS divided by 2 raised to n minus 1, where n is the number of levels. ഇവിടെ ഡിവൈഡ് ചെയ്തതല്ല ലെവൽസ്, നമ്പർ ഓഫ് ഡിജിറ്റൽ ലെവൽസ് ആണ്. ഇപ്പോൾ നമ്മൾ 8 ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് 3 ആസ് n. കാരണം n equal to 3 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ചൂസ് 2 raised to n, that is 2 raised to 3, 8 ലെവൽസ്. സോ നമ്മൾ ആ മൊത്തം സൈൻ വേവിനെ 8 ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് n is equal to 3. അതേ സമയത്ത് നമ്മൾ 16 ഡിവിഷൻസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് n is equal to 4. സോ ദിസ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് n. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ n പറയാം? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതാണ് റെസൊല്യൂഷൻ്റെ കേസ് പറഞ്ഞത് കേട്ടോ. ഇനി FS എന്ന് പറയുന്നത് ഫുൾ സ്കെയിൽ വോൾട്ടേജ്, അതായത് ഏറ്റവും ലോവസ്റ്റും ഏറ്റവും ഹയസ്റ്റും വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ സൈൻ വേവ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ ആ സൈൻ വേവിലെ ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജും ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജും തമ്മിലുള്ള ഈ വോൾട്ടേജ് വേരിയേഷനാണ് VIFS എന്ന് പറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ്, ഫുൾ സ്കെയിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് VIFS എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്വാണ്ടൈസേഷൻ എറർ. ഞാൻ ക്വാണ്ടൈസേഷൻ എറർ നേരത്തെ പറഞ്ഞു. ക്വാണ്ടൈസിങ് കാരണം ഉണ്ടാകുന്ന എററാണ് ക്വാണ്ടൈസേഷൻ എറർ. അതായത് ഞാൻ നേരത്തെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡയഗ്രത്തിനകത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഇത്രയും വലിയ റെസൊല്യൂഷൻ കുറച്ചെടുക്കുകയാണെങ്കിൽ ഈ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് സെയിം വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ടിലുണ്ടാവുക. സോ ദിസ് വിൽ മേക്ക് എ എറർ. ആ എററിനെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. കൺവേർഷൻ ടൈം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൺവേർഷൻ ടൈം. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ട് എപ്പോഴാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് ടൈം ബിറ്റ്വീൻ. ഇനി അനലോഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പിന്നെ DC സ്വിച്ചിങ്ങിനകത്തുള്ള വേരിയേഷൻസ് കാരണം, കമ്പറേറ്ററിനകത്തോ റെസിസ്റ്ററിനകത്തോ റെഫറൻസിനകത്തൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വേരിയേഷൻസ് കാരണം ഉണ്ടാകുന്ന എററിനെയാണ് അനലോഗ് എറർ എന്ന് പറയുക. ലീനിയാരിറ്റി എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിൻ്റെ സ്റ്റെപ്പ് സൈസിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൈ ആക്സിസിൽ ഡിവൈഡ് ചെയ്യുന്നതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. ഇനി ഡിഫറൻഷ്യൽ നോൺ ലീനിയർ എറർ എന്ന് പറഞ്ഞൊരു എറർ ഉണ്ട്, DNL എറർ എന്ന് പറഞ്ഞത്. പിന്നെ ഏതെങ്കിലും ഒരു കോഡ് പിന്നെ സക്സസീവായിട്ടുള്ള
ഡിവിഷൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ഡിഫറൻസ് ഒരു LSB ഡിഫറൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ തൊട്ടടുത്തടുത്തുള്ള അപ്പോൾ 0, 0, 0, 1ഉം 0, 0, 1, 0യും ഇത് ഒരു LSB ഡിഫറൻസ് ആണ്. അപ്പോൾ അതിനിടയിൽ യൂണിറ്റ് ഡിഫറൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ നോൺ ലീനിയറിറ്റി എറർ എന്ന് പറയുന്നത്. അടുത്തത് INL എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ നോൺ ലീനിയറിറ്റി എറർ എന്ന് പറയുന്നതാണ്. അതായത് ചിലപ്പോൾ ചില കോഡ്സ് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാ വോൾട്ടേജസും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ചില കോഡ്സ് മിസ്സിംഗ് ആയിരിക്കും. ആ മിസ്സിംഗ് കോഡ് കാരണം ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ INL എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്. സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എൻ എറർ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എറർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ADCക്കകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം DAC ആണ് ആദ്യം പറയാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ADC പറയാം. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. വി ഹാവ് എ ഡിജിറ്റൽ വാല്യൂ, വൺസ് ആൻഡ് സീറോസിലുള്ളൊരു ഡിജിറ്റൽ വാല്യൂ ഉണ്ട്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു അനലോഗ് സിഗ്നൽ. അതിന് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ MSB LSB ഒക്കെ കാണിച്ചിട്ടുണ്ട്. വി ഹാവ് ടു ഡിസൈൻ ദിസ് പർട്ടിക്കുലർ തിങ് ടു ഗെറ്റ് എൻ അനലോഗ് ഡാറ്റ. അനലോഗ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ വേരിയേഷൻ. സോ ഇൻപുട്ട് വേരിയേഷൻസ് വരുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ അനലോഗ് വേരിയേഷൻസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദാറ്റ്സ് എ കൺസെപ്റ്റ്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ടൈപ്പാണ് വെയ്റ്റഡ് റെസിസ്റ്റർ D2A കൺവേർട്ടർ എന്ന് പറഞ്ഞത്. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ റെസിസ്റ്ററിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണത്? നമ്മൾ ഏറ്റവും റൈറ്റ് മോസ്റ്റുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ 6 എന്ന് കൊടുക്കുന്നു. തൊട്ടിപ്പുറത്തുള്ള റെസിസ്റ്റർ R/2, ഇതിനെ നമ്മൾ R/4, ഇതിനെ നമ്മൾ R/8. ഇനിയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് ഇനിയും കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഡിജിറ്റൽ ഡാറ്റയിൽ എത്ര ബിറ്റ് ഉണ്ടോ അത്രയും ബ്രാഞ്ചസ് നമ്മൾ കൊടുക്കണം. സോ ഇവിടെ 4 ബിറ്റാണുള്ളത്, അതുകൊണ്ടാണ് 4 ബ്രാഞ്ച് ഉള്ളത്. സോ ഇറ്റ് ഈസ് B0, B1, B2, B3 അല്ലെങ്കിൽ B4, B3, B2, B1. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നൊട്ടേറ്റ് ചെയ്യാം. സോ നമ്മൾ അതിനനുസരിച്ച് റെസിസ്റ്റർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഈസ് 5 ബിറ്റ് ആണെങ്കിൽ എന്താവും വ്യത്യാസം ഉണ്ടായിരിക്കുക? 5 ബിറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്ററും കൂടെ ഉണ്ടായിരിക്കും. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ ഇറ്റ് വിൽ ബി ഈക്വൽ ടു R/16 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് റെസിസ്റ്റർ D2A കൺവേർട്ടേഴ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പോയിൻറ്റിലും നമ്മൾ നമ്മുടെ വാല്യൂ കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ വാല്യൂ 1 0 0 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു വോൾട്ടേജ് 1 എന്നുള്ള വോൾട്ടേജ് കൊടുക്കണോ, ഇവിടെ 0 0s ആണ് എല്ലാം. സോ അതിനനുസരിച്ചിട്ട് ഇവിടെ ഓരോ വോൾട്ടേജ് അനുസരിച്ച് ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. കറണ്ട് ഫ്ലോ അപ്പം ഉണ്ടാവില്ല, ഇവിടെ 0 ആയിരിക്കുന്നതുകൊണ്ട് ഗ്രൗണ്ട് ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടുന്ന് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊരു നോഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ നോഡിൽ എല്ലാ ബ്രാഞ്ചുകളും കൂടെ ചേർന്നിട്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, 4 1 ആണ് വിചാരിക്കുക. ഇവിടെ ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. എല്ലാം കൂടെ ഈ നോഡിലേക്കാണ് വരുന്നത്. ആൻഡ് ദ സം ഓഫ് ഓൾ ദീസ് വിൽ പാസ് ത്രൂ ദിസ്. അങ്ങനെയാണെങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് ദിസ് പർട്ടിക്കുലർ റെസിസ്റ്റർ ഈസ് കൺസിഡർഡ് ആസ് ദ അനലോഗ് ഔട്ട്പുട്ട്. സോ വൈൽ വി ചേഞ്ചിങ് ദീസ് values, we can change it from 0 0 0 0 to 1 1 1 1. 16 combinations are there. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് we will have various values. ആ വാല്യൂസ് അനുസരിച്ചിട്ട് we will get different value for analog signal. So ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കേട്ടോ. D2A കൺവേർട്ടറിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. 0 0 0 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ N ബിറ്റുള്ള ഒരു വെയ്റ്റഡ് റെസിസ്റ്റർ DACയുടെ ഡയഗ്രാമാണിത്. N ബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മളിവിടെ ഒരു ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പ് ആമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി സ്മോൾ വേരിയേഷൻസ് വിൽ ബി പ്രോപ്പർലി റെക്കോർഡഡ്. ഇവിടെ നമ്മളൊരു RF കൊടുക്കുന്നുണ്ട്. സോ ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ വി വിൽ ഗെറ്റ് എ -RF ഡിവൈഡ് ബൈ R in gain. അത്രയും ഗെയിന് നമുക്കിവിടെ കിട്ടും. സോ എനി വേരിയേഷൻ, എനി വോൾട്ടേജ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ് വിൽ ബി ആംപ്ലിഫൈഡ് ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ആംപ്ലിഫൈഡ് സിഗ്നൽ ഹിയർ. സോ ഇവിടെ ഓരോ ഇൻപുട്ടിനനുസരിച്ച് 0 0 0 0 0 1 ഓരോ ഡിജിറ്റൽ വാല്യൂവിനനുസരിച്ചും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ യു ക്യാൻ സീ ഇറ്റ് ഫ്രം ദ ഗ്രാഫ്.
ഇനി അതിൻ്റെ ഇക്വേഷൻസ് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അത്രേ ഉള്ളൂ, ഇക്വേഷൻസ് ഇത്രയേ ഉള്ളൂ. b1/2/1 ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഓർക്കേണ്ടതാണ്. VR/R ഇൻറ്റു b1 2⁻1 b2 2⁻2. ഇത് ഇങ്ങനെ തന്നെ നോക്കണ്ട, ഞാൻ അടുത്തൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, അത് നോക്കിയാൽ മതി, അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ ബൈനറി വെയ്റ്റഡ് D2A കൺവേർട്ടർ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ ഡയഗ്രാം പറയുക, അതിനകത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് പറയുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഡാക്കാണ് R2R ലാഡർ ടൈപ്പ് ഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു D2A കൺവേർട്ടർ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൊടുത്തത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. R/2, R/4, R/8 അങ്ങനെയല്ലേ പോയത്. ഇവിടെ അതില്ല. ആകെ 2 ടൈപ്പ് റെസിസ്റ്റേഴ്സേ ഉള്ളൂ, R ഉം 2R മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് മുഴുവൻ R ഉം വെർട്ടിക്കൽ ആയിട്ടുള്ളത് മുഴുവൻ 2R ആണ് കൊടുക്കുന്നത്. ഏറ്റവും എൻഡിലൊരു 2R മാത്രം നമ്മൾ അഡീഷണലി കൊടുക്കുന്നു. ഇതൊരു 4 ബിറ്റിനുള്ള R2R പിന്നെ R2R ടൈപ്പ് ഡാക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ B4, B2, B4, B3, B2, B1 വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വി വിൽ ഗെറ്റ് എ ഔട്ട്പുട്ട് വാല്യൂ ഹിയർ. ഇറ്റ് വിൽ ബി ആക്ടിങ് അക്രോസ് ദ 2R റെസിസ്റ്റൻസ്. ഇനി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ശരിക്കും നമ്മൾ തെവനിൻ ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ എല്ലാം ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 6 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വോൾട്ടേജ് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ മാത്രം വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത്, നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ്, ഇവിടെ മാത്രം ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ, സപ്പോസ് അത് VR എന്നുള്ളൊരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ VR/8 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, അതിനുള്ള ഇക്വേഷൻ മാത്രം ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വർക്കിംഗ് R2R ലാഡർ ടൈപ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വർക്കിംഗ് തന്നെയാണ്, ഇവിടെ റെസിസ്റ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അതൊരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് പ്രോബ്ലം ഇതാണ്, ഒരു R2R ലാഡർ ടൈപ്പ് ഡാക്ക് ഉണ്ട്, അതിൽ Rൻ്റെ വാല്യൂ 10 കിലോ ഓം ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ട് എന്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്കവിടെ. ഒരു ചെറിയൊരു ഇതിനകത്തൊരു എറർ ഞാൻ അറിയാണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ VR/R എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഞാനിവിടെ R എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇക്വേഷൻ ഇട്ടിട്ടില്ല. സോ ദർ ഇസ് എ സ്മോൾ വേരിയേഷൻ. അപ്പോൾ ഇതിനകത്ത് കാൽക്കുലേഷനിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10 കിലോ ഓം തന്നിട്ടുണ്ട്. സോ ഇവിടെ ഡിവൈഡ് ബൈ ഒരു 6 കൂടെ ഇവിടെ കാണും കേട്ടോ. അപ്പോൾ അതാണ് ഒരു വേരിയേഷൻ ഉള്ളത്. സോ ആ ചേഞ്ച് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ n വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ, അതല്ല V വാല്യൂസ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ നമ്മളിവിടെ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനൽ വാല്യൂ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ VR നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ട് തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 കിലോ ഓം തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരും, ഏത് കണ്ടീഷനിൽ, 1 1 0 1. സോ B4 is 1, B3 is 1, B2 is 0, B1 is 1. സോ പുട്ട് ഇറ്റ് ഇൻ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിന് 1 സെക്കൻഡ് വി ഔട്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ഫോർ വി ഔട്ട്. ആ വി ഔട്ട് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം വരുന്നത്, റെസൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ആണ് വേണ്ടത്. ഫുൾ സ്കെയിൽ വോൾട്ടേജ് വരുന്നത് എല്ലായിടത്തും 1 വരുന്ന സമയത്താണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് വരിക. അപ്പോൾ എല്ലായിടത്തും 1 വരുന്ന സമയത്തുള്ള വി ഒ എന്നുള്ള വാല്യൂ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് ഇൻറ്റു 10, അപ്പോൾ ഇത്രയുമാണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഫുൾ സ്കെയിൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അതിനകത്ത് 2⁻n-1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് പറയുന്നത് ഏറ്റവും സ്മോൾ ഈ ഒരു പോയിന്റിൽ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണോ ഔട്ട്പുട്ട് കിട്ടുക അതാണ് നമ്മുടെ റെസൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കിവിടെ വാല്യൂ കൊടുക്കുന്നത് 1001 ആണ്. അതായത് ഇവിടെ 1001 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ പർട്ടിക്കുലർ വി ഒൻ്റെ വാല്യൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഒ കണ്ടുപിടിക്കുക, റെസൊല്യൂഷനും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അവിടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. VR = 20 വോൾട്ട് ആണ്. സോ റെസൊല്യൂഷനും മാറും, ഔട്ട്പുട്ട് വോൾട്ടേജും മാറും. ഓക്കെ, അപ്പോൾ അതാണ്
ഡി എ സിയിൽ ഇതുവരെ ചോദിച്ചത്. ഇനി എ ഡി സിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഡി സിയുടെ ബേസിക് എന്ന് പറഞ്ഞൊരു കാര്യം സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണ്. അതായത് നമ്മുടെ അടുത്തുള്ള ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അനലോഗ് സിഗ്നൽ നമ്മൾ എന്താക്കണം, ഡിജിറ്റലാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് സാമ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. സാമ്പിൾ ചെയ്തിട്ട് നമ്മളതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അടുത്ത സാമ്പിൾ വരുന്നത് വരെ നമ്മളതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. സോ അതാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണിത്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു JFET വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. ജസ്റ്റ് കമ്പാരിസൺ ആണ്, ഒരു റെഫറൻസ് വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന അത്രയും നേരം അത് ഹോൾഡ് ചെയ്യും, അല്ലാത്ത മൊമെൻറ്റിൽ മാത്രം അത് അത് സാമ്പിൾ ചെയ്യും. ഇവിടെ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിളിങ് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു സാമ്പിളിങ് സിഗ്നലിൻ്റെ ഒരു സ്ക്വയർ പൾസ് ആയിരിക്കും. ആ സ്ക്വയർ പൾസിനനുസരിച്ചിട്ട് ഈ ഇൻപുട്ടിനെ സാമ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന അത്രയും നേരം അതവിടെ കപ്പാസിറ്റർ ചാർജ് പോലെ അതവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതതിൻ്റെ ഔട്ട്പുട്ടാണ്, കണ്ടോ. ആ ചാർജ് ചെയ്യുന്ന അത്രയും നേരം അതവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ സിഗ്നൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനം കിട്ടുന്ന സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ആദ്യം നമ്മൾ അതിനെ ഒരു പ്രീ ഫിൽറ്റർ ചെയ്യുന്നു, ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് കൊടുക്കുന്നു, ക്വാണ്ടൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്വാണ്ടൈസ് ചെയ്ത വാല്യൂ നോക്കിയിട്ട്, അപ്പോൾ നമ്മൾ 1 2 3 4 എന്നൊക്കെ ഇടുകയാണെങ്കിൽ ആ 1ന് 0001 അല്ലെങ്കിൽ 001 എത്ര ബിറ്റിലാണോ അത്രയും ബിറ്റിൽ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തുള്ള ഒരു അനലോഗ് ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് ക്വാണ്ടൈസേഷന് വേണ്ടി കാണിക്കുന്നതാണ് ഈ ഗ്രാഫ്, റൈറ്റ് സൈഡിലെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫ്ലാഷ് ADC എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് ADC ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് 3 കമ്പറേറ്റേഴ്സാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, 3 കമ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ വർക്കിംഗ് പറയാം. അപ്പോൾ നമ്മുടെ അനലോഗ് ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പറേറ്ററിൻ്റെയും പ്ലസ് ടെർമിനലിലേക്ക് അനലോഗ് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ റെഫറൻസ് വോൾട്ടേജ് +V. ആ +V എന്ന് പറയുന്നത് കുറേ റെസിസ്റ്റർ വഴി വോൾട്ടേജ് ഡിവൈഡ് കൊടുത്തിട്ടുണ്ട്. R എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര ബിറ്റാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പൊസിഷൻസ് എടുക്കണം. ഇപ്പോൾ 2 ബിറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് 2⁻². അത്രയും റെസിസ്റ്റേഴ്സ് നമ്മൾ എടുക്കണം. ആൻഡ് വി വിൽ ബി ഡിവൈഡിങ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ 2⁻2 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ആണ്. സോ വി ഹാവ് ടു ചൂസ് 3 കമ്പറേറ്റേഴ്സ്. 3 കമ്പറേറ്ററാണ് വേണ്ടത്. സോ ഫസ്റ്റ് വണ്ണിലേക്ക് 6 വിടുന്നു, സെക്കൻഡിലേക്ക് അടുത്തൊരു 6, 3 6, 4 6, അങ്ങനെ 4 റെസിസ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഓരോ റെസിസ്റ്ററിന് അക്രോസും V/2 ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ V/2, ഈ അടുത്ത പോയിന്റിൽ 2V/4, അടുത്ത പോയിന്റിൽ 3V/4, ഏറ്റവും എൻഡിൽ V ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജ് ഈ തൊട്ട് താഴെയുള്ള സിഗ്നലായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു ഹൈ വോൾട്ടേജ് ആണ് വിചാരിക്കുക. ഒരു ഹൈ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ഏത് വാല്യൂ ആയിട്ട്, അതായത് V/4 ആയാലും 2V/4 ആയാലും 3V/4 ആയാലും അതിനേക്കാളൊക്കെ കൂടുതലാണ് നമ്മുടെ അനലോഗ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C3 C2 C4 എല്ലാം ഹൈ ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ വാല്യൂ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരും. ആ വേരിയേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ഡിസൈൻ എ കോഡിംഗ് സർക്യൂട്ട്. ആ കോഡിംഗ് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് ഔട്ട്പുട്ട് B0 B1 B2 എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ കണ്ടീഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. VIയുടെ വാല്യൂ ബിറ്റ്വീൻ 0 to V/4 ആണെന്നുണ്ടെങ്കിൽ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്, നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടണം. സോ ഇതൊരു ഡിസൈനാണ്, ഡിസൈനിലേക്ക് പോവണ്ട. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ഫോർ യു. തൽക്കാലം ഈ സർക്യൂട്ട് മാത്രം വരയ്ക്കുക, എന്നിട്ട് ഈ ഒരു കൺസെപ്റ്റ് പറയാം. വോൾട്ടേജ് വിൽ ബി ഡിവൈഡഡ്. സോ എനി വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ അനലോഗ് ഇൻപുട്ട് വിൽ ബി compared with the positional values of the comparator in the inverting terminal, and we will get a value for C3 C2 C1, and we will design a coding circuit to get the exact digital value for the particular conditions, for the condition C3 C2 C1. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതൊരു C3 C2 C1ൻ്റെ കണ്ടീഷൻസ് നോക്കി നോക്കൂ. അതിൽ 1 വന്നിരിക്കുന്ന ഒരു രീതി വന്ന് നോക്കൂ. ആദ്യത്തെ കേസിൽ ലോ ആണെങ്കിൽ എല്ലാം 0. അടുത്ത റേഞ്ചിൽ V/4നും V/2നും ഇടയിലാണെങ്കിൽ C1 മാത്രം ഹൈ. അടുത്ത V/2നും 3V/4നും ഇടയിലാണെങ്കിൽ C1ഉം C2ഉം ഹൈ. അങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 00 01 10 11 നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതതിൻ്റെ ഹയർ ലെവൽ, നെക്സ്റ്റ് ലെവലാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ബിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ വി വിൽ ഹാവ് 7 കമ്പറേറ്റേഴ്സ്.
if it is 3 bit, it will have 2 raised to 3 8 resistors and 7 comparators. And ഓരോ കമ്പറേറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ V/8, 2V/8, 3V/8, 4V/8, 5V/8, 6V/8, 7V/8. So the analog input will be compared with these all these values, and we will get values for C1 to C7 as in a table, and we will design a circuit to convert the comparator output to a digital output in 3 bit, B3, B2, B1. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത് സക്സസീവ് അപ്രോക്സിമേഷൻ എ ഡി സി എന്ന് പറഞ്ഞൊരു എ ഡി സി ഉണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചേക്കാം. ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് SAR എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കണ്ട, ഈ ഒരു സാധനം മാത്രം നോക്കിയാൽ മതി. സ്റ്റാർട്ടും എൻഡ് ഓഫ് കൺവേർഷനാണ് EOC. ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഉണ്ട്. അതിനകത്തേക്ക് എന്തോ ഒരു ഡാറ്റ വരുന്നുണ്ട്. ആ ഡാറ്റ വരുന്നതിനനുസരിച്ച് അതിന് പുറമെ ഒരു ക്ലോക്കും വരുന്നുണ്ട്. ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഇറ്റ് വിൽ ജനറേറ്റ് എ ബൈനറി ഡാറ്റ. ആ ബൈനറി ഡാറ്റേനെ D2A വെച്ച് കൺവേർട്ട് ചെയ്തിട്ട്, എനി ബൈനറി ഡാറ്റ കൺവേർട്ടഡ് യൂസിങ് D2A വിൽ ഗിവ് എ അനലോഗ് സിഗ്നൽ. ആ അനലോഗ് സിഗ്നലിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് പറയുന്നത്. ആ റെഫറൻസാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കഥയിലേക്ക് വരാം. നമ്മൾ ഇൻപുട്ട് കൊടുക്കണു. ഇൻപുട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ എന്തോ ഒരു റെഫറൻസ് വാല്യൂ കിടപ്പുണ്ട്. സോ ദിസ് കമ്പറേറ്റർ വിൽ ചെക്ക് വെദർ ദ ഇൻപുട്ട് ജസ്റ്റ് occurred is whether it is greater than the reference or less than reference. Greater than reference ആണെന്നുണ്ടെങ്കിൽ we will make a change in the successive approximation register and we will get a new value for B1 to B8. ആ ന്യൂ വാല്യൂവിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? D2A converter will generate a new analog value, that is a new reference. ആ ന്യൂ റെഫറൻസ് കിടക്കും. ഇനി അടുത്ത അനലോഗ് വാല്യൂ വീണ്ടും കമ്പയർ ചെയ്യും, ഈ ഒരു റെഫറൻസിനേക്കാളും കൂടുതലാണോ കുറവാണോ. സോ നോർമലി ഇഫ് എ കോൺസ്റ്റൻറ്റ് അനലോഗ് വാല്യൂ ഇസ് കമ്മിങ്, ഇവിടെ റെഫറൻസ് ഉണ്ട്, ആ റെഫറൻസ് കുറവായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് കുറവാണ്, VI ആണ് കൂടുതലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. ആ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബൈനറി വാല്യൂ വിൽ ഗെറ്റ് ലോവേർഡ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് D2A കൺവേർട്ടർ വിൽ ഗിവ് എ ന്യൂ അനലോഗ് വാല്യൂ വിച്ച് വിൽ ബി ലെസർ ദാൻ ദ പ്രീവിയസ് റെഫറൻസ്. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ കിട്ടി. അപ്പോഴും നോക്കുകയാണ് ഈ VIയും ഇതും കമ്പയർ ചെയ്യണം. അപ്പോഴും ഇത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കുറയ്ക്കും. അങ്ങനെ കുറച്ച് വന്ന് അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വാല്യൂ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ VR എന്ന് പറയുന്നത് നേരെ മുകളിൽ വരും. അപ്പോൾ ഇവിടെ വാല്യൂ പോസിറ്റീവ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ വീണ്ടും കൂട്ടും. അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വേറൊരു ഡയഗ്രാം കാണിച്ചിടാം. അപ്പോൾ ഇതാണ് സംഭവിക്കുക. നമ്മൾ ഇനീഷ്യലി വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് 1000. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വാല്യൂ ആണ് റെഫറൻസ് ആയിട്ട് വരിക. ഇനി നമ്മുടെ ഇൻപുട്ട് വാല്യൂ ഈ അനലോഗ് വാല്യൂവിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ അനലോഗ് വാല്യൂവിനെ ഒരു പൊസിഷൻ മാത്രം മാറ്റും. അതായത് കൂടുതലാണെങ്കിൽ ഒരു പൊസിഷൻ മാറ്റും. ആ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ 1100 എന്നാക്കും. കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ 0100 എന്ന് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഒറ്റ പൊസിഷനിലുള്ള വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു 1 മാത്രമാണ് മാറിയിട്ടുള്ളത്, ബാക്കി 1000 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു പൊസിഷനിലെ വാല്യൂ മാത്രമാണ് നമുക്ക് മാറ്റം വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. ഓരോ പോയിൻറ്റിനനുസരിച്ചിട്ടും അടുത്തൊരു വാല്യൂ മാത്രം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് കൂടുതലാണെന്ന് വിചാരിക്കുക. കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റ് ആഡ് ചെയ്തു, അതായത് ആ 100ൻ്റെ കൂടെ ഒരു പോയിൻറ്റ് മാത്രം ആഡ് ചെയ്ത് 1100 ആക്കി. ഇനി അവിടെ നിന്ന് വീണ്ടും കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ഒരു 1 മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ 1111 കിട്ടും. ഇനി അതിൻ്റെ ഒന്നും കൂടെ കൂട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ലാസ്റ്റ് 1 മാറ്റി, അപ്പോൾ ലാസ്റ്റ് പോയിൻറ്റ് കിട്ടി. ഇനി ഇവിടെയൊക്കെ നമ്മൾ കുറയേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ 100 നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ കുറയ്ക്കുമ്പോൾ നമ്മൾ നേരിട്ട് 0 ആക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മൾ ഒരു വാല്യൂ 0100 ആക്കുന്നു. കാരണം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും തമ്മിൽ ഈ രണ്ട് വാല്യൂവും തമ്മിൽ കോമ്പാറ്റിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും തമ്മിൽ കോമ്പാറ്റിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി 1100 കൊടുത്തല്ലോ, അപ്പോൾ അതിന് കോമ്പാറ്റിബിൾ ആവുന്നൊരു വാല്യൂ ആണ് ഇവിടെ. അപ്പോൾ ഒരിക്കലും 1100 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0000 കൊടുക്കാൻ പറ്റില്ല, കാരണം രണ്ട് പൊസിഷനിൽ ചേഞ്ച് വരും. അത് നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ അതിന് ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നമ്മളങ്ങ് തീർക്കും. ആ ഒരു ബ്രാഞ്ച് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തെന്ത് വരണം? അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിൻറ്റ് മാത്രം മാറ്റുക. അതിനനുസരിച്ചിട്ട് നമ്മൾ വാല്യൂ മാറ്റി വരും. അപ്പോൾ ഇതാണ് സക്സസീവ് അപ്രോക്സിമേഷൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് വരുന്ന ടേബിൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ SAR രജിസ്റ്റർ ഫോം ചെയ്യുന്നത്.
അപ്പോൾ സക്സസ് അപ്രോക്സിമേഷൻ അതാണ്. ഇനി അടുത്തത് ഡ്യുവൽ സ്ലോപ്പ് എ ഡി സി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിനകത്ത് 2 സ്ലോപ്പ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ സ്ലോപ്പ് ഫിക്സഡ് ടൈമും രണ്ടാമത്തെ സ്ലോപ്പ് ഫിക്സഡ് സ്ലോപ്പുമാണ്. അതായത് നമ്മൾ ആദ്യം ഒരു റെഫറൻസ് കൊടുക്കുന്നുണ്ട്, ഒരു റെഫറൻസ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ആ റെഫറൻസ് ഇൻപുട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഒരു റാമ്പ് ജനറേറ്റർ വെച്ചിട്ട് ഒരു VS റാമ്പ് ഉണ്ടാക്കും. അപ്പോൾ ആ റാമ്പ് ഫിക്സഡ് ടൈമാണ്, കൃത്യസമയം നേരത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ കൺട്രോൾ സർക്യൂട്ട് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നേരത്തേക്ക് മാത്രം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിക്സഡ് ടൈമിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സ്ലോപ്പ് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കും. ഫിക്സഡ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് ഈ സ്വിച്ച് അങ്ങ് മാറ്റിയിട്ട് നേരെ ഇൻപുട്ടിലേക്ക് അങ്ങ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് വരും. ഇപ്പോൾ നമ്മുടെ സ്ലോപ്പ് ഫിക്സ്ഡ് ആണ്, നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ റെഫറൻസിനനുസരിച്ചുള്ള സ്ലോപ്പ് ഫിക്സ്ഡ് ആണ്. ആ സ്ലോപ്പ് എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു, ഈ അനലോഗ് വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് അതേ സ്ലോപ്പ് കിട്ടാനായിട്ടുള്ള ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ റെഫറൻസ് വെച്ചൊരു സ്ലോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം എടുക്കേണ്ടി വരും എന്നുള്ളത്, അതായത് ആ ഇൻപുട്ട് വാല്യൂ അനുസരിച്ചിട്ട് ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ഈ കപ്പാസിറ്റർ എത്ര നേരം കൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിൽ വേരിയേഷൻ വരും. ആ ടൈമിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡിജിറ്റൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ആ ടൈമിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡുവൽ സ്ലോപ്പ് എ ഡി സി എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്ക് നോക്കുകയാണെങ്കിൽ എനി വൺ ടൈപ്പ് ഓഫ് എ ഡി സി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു എ ഡി സി എഴുതാം. പിന്നെ ഒരു പ്രാവശ്യം സക്സസീവ് അപ്രോക്സിമേഷൻ എ ഡി സിന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു എ ഡി സി ഡി എ സി ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് സെലക്റ്റീവായിട്ട് പഠിക്കുക. ഏതെങ്കിലും 1-2 ടൈപ്പ് വീതം പഠിച്ചു പോയാലും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ആ ഒരു ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് റെഡിയാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.